വടക്കൻ ഗാസയിൽ 5 ഇസ്രായേലി ടാങ്കുകൾ തകർത്ത് ഹമാസ്. അൽ സഫ്താവി പ്രദേശത്തും കിഴക്കൻ ജബലിയയിലുമാണ് ടാങ്കുകൾ തകർത്തതെന്ന് അൽ ഖസം ബ്രിഗേഡിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിന് സമീപം ഇസ്രായേലി സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിനെ SAM മിസൈൽ ഉപയോഗിച്ചും ആക്രമിച്ചതായും ഹമാസ് അറിയിച്ചു. ഇതിനിടെ ഫലസ്തീന് പിന്തുണ നൽകാൻ 7000 പേർക്ക് യമനിലെ ഹൂതികൾ സൈനിക പരിശീലനം നൽകി. അൽ അക്സ സ്റ്റോം എന്ന പേരിലാണ് പരിശീലനം നൽകിയിരിക്കുന്നത്. US-ഉം ബ്രിട്ടനും അടക്കമുള്ള വൈദേശിക ശക്തികളുടെ അതിക്രമങ്ങൾ നേരിടാനും ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകാനുമാണ് പുതിയ റിക്രൂട്ട്മെന്റ്. പരിശീലനം നേടിയവരുടെ പ്രകടനം ഹൊദൈദ പ്രദേശത്ത് നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ഏതാനും വർഷത്തിനുള്ളിൽ 10 ലക്ഷത്തിൽ അധികം പേർക്ക് സൈനിക പരിശീലനം നൽകിയതായി ഹൂതികളുടെ പരമോന്നത നേതാവായ സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂതി പറഞ്ഞു. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് വ്യക്തമാക്കിയ ഹൂതികൾ അമേരിക്കൻ ഇസ്രായേൽ സേനകളെ അഭിമുഖീകരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയത്തിന്റെയും ശക്തിയുടെയും മാർഗങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിരന്തരം പരിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തുതി, സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂതി പറഞ്ഞു. ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 10 ലക്ഷം പേരുടെ പ്രകടനവുമായി യമനിലെ ഹൂതികൾ. സാദ, മാരിബ്, റൈമ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രകടനം നടന്നത്. അൽ അക്സ പിന്തുണാ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രകടനങ്ങൾ നടത്തിയതെന്ന് ഹൂതികളുടെ സൈനിക വക്താവായ യഹിയ സാരി പറഞ്ഞു. മൊത്തം 180 പ്രദേശങ്ങളിലാണ് പ്രകടനം നടന്നിരിക്കുന്നത്. ഗാസയ്ക്കുള്ള പിന്തുണ നിരുപാധികമാണെന്ന് യഹിയ സാരി പറഞ്ഞു. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിക്കാത്തിടത്തോളം കാലം മിസൈൽ ആക്രമണങ്ങൾ തുടരും. യമനിൽ വൈദ്യുതി നിലയം ആക്രമിക്കപ്പെട്ടാൽ ഇസ്രായേലിലെ വൈദ്യുതി നിലയവും ആക്രമിക്കും. വിമാനത്താവളം ആക്രമിച്ചാൽ തിരിച്ചും വിമാനത്താവളം ആക്രമിക്കുമെന്നും ഹൂതികൾ അറിയിച്ചു.